നമസ്കാരം. ഞാനൊരു കഥ പറയാൻ വന്നതാണ്. കഥ എന്ന് പറഞ്ഞാലേ കഥ അറിയണ ആളുകൾക്ക് അറിയണ കഥ തന്നെയാണ്. തേരട്ടെ കേട്ടിട്ടുണ്ട്? തേരട്ട എന്ന് പറഞ്ഞാൽ ചേരട്ട എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുക. തേരട്ട എന്ന് പറയുന്നത് മില്ലിപ്പീഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ മില്യൺ. മില്ലി എന്ന് പറഞ്ഞാൽ 1000 എന്നൊക്കെയാണ് ലാറ്റിൻ. മില്ലി പീഡ് എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻ, പെഡിക്യൂർ, കാല്. മില്ലിപ്പീഡ്, 1000 കാലി അതിൻ്റെ പേര്. തേരട്ട നമ്മൾ പറയും. തേര് പോലെ പോണതുകൊണ്ട്, ഇങ്ങനെ പോണതുകൊണ്ടായിരിക്കും തേരട്ട എന്ന് പേര് പറഞ്ഞു. തമിഴിലാണ് ഇതിൻ്റെ പേര് ഗംഭീരം. റെയിൽ പൂച്ചി പറഞ്ഞ പുഴു. റെയില് ട്രെയിന് പോലെ ഇങ്ങനെ പോണ പുഴു, റെയിൽ പൂച്ചി. തേരട്ടയും കുറുക്കനും ഒരു കഥയാണ്. അതൊരു ഗുണപാഠ കഥയാണ്. ഒരിക്കൽ ഈ തേരട്ട ഇങ്ങനെ നടന്നു പോയിരുന്നു അതിൻ്റെ സ്വാഭാവിക രീതിയിൽ. തേരട്ട നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ജീവിയാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ പരിസ്ഥിതിയിൽ പ്ലാന്റിൻ്റെ മരത്തിൻ്റെയൊക്കെ പാർട്സ്, പ്ലാന്റും മരമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ, വീണ് കഴിഞ്ഞാൽ അതിനെ മണ്ണിനോട് ലയിപ്പിക്കുന്നൊരു ക്രിയ എളുപ്പമാക്കാൻ ഈ മില്ലിപ്പീഡുകൾ ഉപകരിക്കും, തേരട്ടകൾ. അതാണ് അവരുടെ റോള്. മണ്ണിലേക്ക് ഓക്സിജനും നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ആയിട്ട് അതിനെ വിഘടിച്ച് കൊടുക്കാൻ ഈ തേരട്ടകൾക്ക് കഴിയും. അതാണ് അവരുടെ ഇക്കോസിസ്റ്റത്തിലത്തെ ഒരു ഡ്യൂട്ടി. ഈ തേരട്ടകളൊക്കെ മനുഷ്യൻ വരുന്നതിന് മുമ്പുള്ള 400 മില്യണൊക്കെ വർഷം മുമ്പുള്ള ജീവികളാണ്. വലിയ തേരട്ടകൾ പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ, ജീവശാസ്ത്രത്തിൽ പറഞ്ഞു കേൾക്കാം. നമ്മളാരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള തേരട്ടയെക്കുറിച്ചുള്ള കഥയാണ്. കുറുക്കൻ ഇങ്ങനെ മെല്ലെ നടന്നു പോണ റെയിൽ പൂച്ചയെ കണ്ടു, തേരട്ടയെ കണ്ടു. അപ്പോൾ കുറുക്കന് ഭയങ്കര കൗതുകമായി. എത്ര ആയിരക്കണക്കിന്, സത്യത്തിൽ ആയിരക്കണക്കിന് കാലില്ല ഈ തേരട്ടയ്ക്ക്. ഏകദേശം 300-400 കാലുകളാണ് ഒരു തേരട്ടയ്ക്ക് ഉണ്ടാവുക. ഓക്കെ. ഇതിനു മുമ്പ് മിന്നാമിന്നിയെ പറ്റി പറഞ്ഞിരുന്നു. മിന്നാമിന്നി എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യമാണ് തേരട്ടയ്ക്കും നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ. തേരട്ട, കുറുക്കൻ നോക്കിയപ്പോൾ ഇങ്ങനെ പരാന്ന് പോണ തേരട്ടയെ കണ്ടു. കൗതുകമായി. ഇങ്ങനെ ഒരു ജീവി, നല്ല ചുവന്ന നിറമാണ്, ഒരു ഡാർക്ക് ചോപ്പ്, മെറൂണല്ല, വേറൊരു ബ്രിക്ക് കളറൊക്കെ അങ്ങനെയൊക്കെ പറയാം അല്ലേ, ബ്രിക്ക് റെഡൊക്കെ ആയിരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിക്ക് റെഡ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോപ്പർ കളർ ഒന്ന് കമൻറ്റ് ചെയ്യും, അറിയാവുന്നവർ. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറുക്കൻ കണ്ടു. കുറുക്കൻ വന്നിട്ട് ചോദിച്ചു, തേരട്ട ചേച്ചി എന്ന് വിളിച്ചത്. കാരണം വളരെ പഴക്കമുണ്ട്. അപ്പം തേരട്ട നിന്നു. എന്താ സംഭവം? നിങ്ങൾ നല്ല കൗതുകമുണ്ട് കാണാൻ, നടക്കുന്നത് കാണാൻ കൗതുകമുണ്ട്, നിങ്ങളുടെ ശരീരം കാണാനും നല്ല കളർ, റെഡ് കളറിൽ ഒക്കെ കാണാൻ രസമുണ്ട്. നിങ്ങൾ നടക്കുന്നത് കാണാൻ ഈ ആയിരക്കണക്കിന്, കുറുക്കനറിയില്ല 1000 കാലുണ്ടോ 400 കാലാണോ എന്നുള്ളത്. ആയിരക്കണക്കിന് കാല് വെച്ചിട്ട് ഈവൻ തേരട്ടയ്ക്ക് പോലും അറിയില്ല എത്ര കാലുണ്ടെന്ന്. അങ്ങനെയുള്ള സ്ഥിതിയാണ്. 1000 കാല് വെച്ച് നടന്നു പോണത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ഓക്കെ.
സമ്മതിച്ചു. അപ്പോൾ അതിൽ ഡൗട്ട് ചോദിച്ചു കുറുക്കൻ, ബാക്കി വിശേഷമൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ നടക്കുമ്പോഴേ ഫസ്റ്റ് ഇടതുവശത്തുള്ള കാലാണോ വലതുവശത്തുള്ള കാലാണോ ആദ്യം വെക്കുക? ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കണമല്ലോ. കുറുക്കനാണ് ചോദിച്ചു. അപ്പോൾ തേരട്ടയ്ക്ക് സംശയമായി. ഞാൻ ആദ്യം വെക്കണത് ഏത് കാലാന്ന് അതിനെ തേരട്ട അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതേവരെ. വലതുകാല് വെക്കണോ ഇടതുകാല് വെച്ച് കയറണോ ഇടതുകാല് വെച്ച് കയറണോ ഒന്നും തേരട്ട ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ തേരട്ടയ്ക്ക് സംശയമായി. ഞാൻ വലതുകാലാണോ വെക്കണത് ആദ്യം ഇടതുകാലാണോ വെക്കണത്? ഈ 400-500 കാലുണ്ടല്ലോ, അതിൽ എന്തായാലും ഒരു കാലുണ്ടാവുമല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് കാലാണ് വെക്കുക? സംശയം. തേരട്ടാകെ കൺഫ്യൂഷനായി. ഞാൻ ഏത് കാലാണ് വെക്കണത്? കുറുക്കനോട് പറയാനും കുറുക്കൻ ഈ ഡൗട്ട് ചോദിച്ചാണ്. കുറുക്കനോട് അപ്പോൾ ഏതാണ് വെക്കണതെന്ന് പറയാൻ കിട്ടുന്നില്ല. തേരട്ട ചിന്തിച്ചു, ഏതാ വെക്കണത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറുക്കൻ പോയി. പക്ഷെ അതിന് ശേഷം തേരട്ട ആലോചിച്ചു, ഞാൻ ഏത് കാലാണ് വെക്കണത്, ഏതാണ് വെക്കേണ്ടത്? വലതുകാലം ആദ്യം വെക്കണോ ഇടതുകാലം ആദ്യം വെക്കണോ? ഇങ്ങനെ സ്പീഡിൽ പോകാൻ വലതുകാല് വെച്ചാൽ മതിയോ ഇടതുകാല് വെച്ചാൽ മതിയോ? ഏതാ ശരിക്കും ആദ്യം വെക്കേണ്ടത്? ഈ കൺഫ്യൂഷൻ വന്നു ആകെ. വേണോ പാട്. പിന്നെ എപ്പോൾ നടക്കുമ്പോഴും ഇതായി ചിന്ത, ഏത് കാലം ആദ്യം വെക്കും? ഇടത്ത് വെക്കണോ വലത്തേത് വെക്കണോ? ഇങ്ങനെ സംശയിച്ചിട്ട് അതിനെ ആകെ നടക്കാൻ കിട്ടാണ്ടായി. നോക്കണേ കുറുക്കൻ്റെ ഒരു ചോദ്യത്തിൻ്റെ കടുപ്പം. ഇങ്ങനെ നമ്മുടെ ഇടയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്. മനുഷ്യന്മാരുടെ ഇടയിൽ ഈ കുറുക്കൻ ചോദിക്കണ പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊരു ലെവലിൽ ഇങ്ങനെ നടന്നു പോവുമായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ വലത്തേ കാലാണ് ആദ്യം വെക്കുന്നത് ഇടത്തേ കാലാണ് ആദ്യം വെക്കുന്നത്? അവസാനം എന്തുണ്ടായി? ഈ തേരട്ടയ്ക്ക് എപ്പോൾ നടക്കുമ്പോഴും ഈ വലത്തേക്കാലം ആദ്യമാണ് ഇടത്തേക്കാലം ആദ്യം. അത് നടക്കാൻ കിട്ടാണ്ടായി, അത് കൺഫ്യൂഷനായി, നടക്കാതെയായി, ഭക്ഷണം കഴിക്കാതെയായി, മെലിഞ്ഞു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കുറുക്കനെ വേറൊരു ദിവസം കണ്ടപ്പോൾ കുറുക്കൻ വന്നിട്ട്, ഹായ് എന്തൊക്കെയാ തേരട്ട വിശേഷം? അപ്പോൾ തേരട്ട ചീത്ത പറഞ്ഞാൽ, നീ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ആ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ നടന്നു പോയിരുന്ന ഒരു മനുഷ്യനല്ല, സോറി, ഒരു ജീവിയാണ്. എന്നെ നീ നടത്താതെയാക്കി. ആദ്യം ഏത് കാലം വയ്ക്കും? വലത്തേ കാല് വയ്ക്കുമോ ഇടത്തേ കാല് വയ്ക്കുമോ ഏത് കാല് വയ്ക്കും എന്നൊക്കെ ചോദിച്ച് നീ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ പൊതുവെ നടത്തം തന്നെ നിർത്തിയെന്ന് പറഞ്ഞു. ഇതാണ് ഗുണപാഠകഥയാണ്. ഈ ചില മനുഷ്യന്മാരുടെ സമൂഹത്തിൽ അനുഭവം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്തു പോവുമോ നമ്മുടെ ഒരു രീതിയിൽ, അതിൽ വന്നിട്ട് നമ്മളോട് പറയും, ഏത് കാലം വെക്കണത് ആദ്യം വലത്തേത് വെച്ചോളൂ അല്ലെങ്കിൽ ഇടത്തേത് വെച്ചോളൂ. അതോടുകൂടി നമ്മുടെ കഥ അസ്തു. ഇങ്ങനത്തെ ആളുകളുണ്ട്. ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല. സുഹൃത്തുക്കൾ ഇങ്ങനെ പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കഥയാണിത്. എനിക്കിങ്ങനത്തെ കുറുക്കൻ സുഹൃത്തല്ല, കുറുക്കൻ എൻ്റെ ചുറ്റുപാടുകളിലുണ്ട്. ഏത് കാലം ആദ്യം വെക്കണം? ഓക്കെ, ഇത്രയും ഞാൻ നേരം കേട്ടിരുന്നതിന് നന്ദി. ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. തേരട്ടയുടെ ചലനത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും, കുറുക്കനെ പറ്റി ആലോചിച്ച് നോക്കും. കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം. വീണ്ടും ഒരു കഥയുമായിട്ട് ഞാൻ വരാം. നമസ്തേ.